ഹായ് മക്കളെ, നമ്മുടെ 12th ബയോളജി നമുക്ക് തുടക്കത്തിലൊക്കെ നല്ല എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആയിട്ട് അങ്ങ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു 3 ചാപ്റ്റർ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ വന്നത്, അതായത് നമ്മുടെ ജെനറ്റിക്സ്. അത് അങ്ങോട്ട് പതുക്കെ പോകെ ഇച്ചിരി കട്ടിയായി വന്നല്ലേ. അപ്പോൾ സാധാരണ ബയോളജി അല്ലേ അവസാനം പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ജെനറ്റിക്സ് എത്തിയപ്പോൾ ഇതിന്റെ മുഖം അങ്ങ് മാറി. അതെങ്ങനെയൊക്കെയോ ചാടിക്കടന്ന് അപ്പുറത്തെത്തിയപ്പോഴോ ചെന്ന് ചാടിക്കൊടുത്തത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ ഫ്രണ്ടിൽ. ഏറ്റവും ടഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ. പക്ഷെ ആ ചാപ്റ്ററിന്റെ മുന്നിൽ പകച്ചു നിന്നും നിങ്ങളുടെ ബാല്യം അല്ലേ. അതുപോലെ തന്നെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ബോട്ടണിയിലെ ചാപ്റ്റർ, വളരെയധികം ടെക്നിക്കാലിറ്റി ഉള്ള ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ വന്നപ്പോൾ അവസാനം പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ബയോളജി ഇത്തിരി ടഫായി പോയോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. പേടിക്കണ്ട, ബയോളജി നമുക്ക് സെറ്റാക്കാം. ബയോളജി അവസാനം പഠിക്കാമെന്ന് മാറ്റിവെക്കുകയും അവസാനം ഇപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് മാറുകയും ചെയ്ത ഒരു അനുഭവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ബയോളജിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേ വേണ്ട. ബയോളജി സെറ്റാക്കി 100% മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ അഗ്നി ബാച്ച് സജ്ജമായി വരികയാണ്. ഇതുവരെ നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക എന്നാണ്. ക്ലാസ് 12 ബയോളജി സെറ്റ് ആക്കാനും ഒപ്പം റിവിഷൻസ് കൂടി ഇനിയിപ്പോൾ വരാൻ പോവുകയാണ്. സോ ആ റിവിഷൻ സീരീസിലൂടെ നിങ്ങൾക്ക് മുഴുവൻ ചാപ്റ്റേഴ്സും ഒന്നുകൂടി പഠിച്ച് ക്ലിയർ ആയിട്ട് എക്സാമിന് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. സോ PYQ ഡിസ്കഷനും ഒക്കെ ആയിട്ട് അവസാന എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ സ്ട്രാറ്റജിയും നമ്മുടെ അഗ്നി ബാച്ചിൽ ഒരുങ്ങി വരികയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തില്ല എങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. എല്ലാ സബ്ജക്റ്റും നമുക്ക് സെറ്റ് ആക്കാം.